ബ്രേക്കപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ എനിക്കെന്നെ വിശദീകരിക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ ഞാൻ കണ്ട ചില വരികള് അതിന് ആപ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നു. ആ വരികൾ നിങ്ങളുമായിട്ട് കൂടി പങ്കുവയ്ക്കാം. ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്നവർക്ക് ചിലപ്പോ ഒന്ന് കണക്റ്റഡ് ആകാൻ സാധിക്കുന്നുണ്ടെങ്കിലോ. ഇനിയൊരു പൂക്കാലം കൊണ്ടുപോലും നിനക്കെന്നെ മോഹിപ്പിക്കാനാവില്ല. നനച്ചിരിക്കാതെ കടന്നു വന്ന കൊടും വേനലിൽ നമ്മളൊന്നായി നെയ്തെടുത്ത സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം എരിഞ്ഞമർന്നിരിക്കുന്നു. ഇന്ന് ഞാനൊരു മരുഭൂമിയാണ്. മോഹങ്ങളുടെയോ സ്വപ്നങ്ങളുടെയോ പുൽനാമ്പ് പോലും മുളയ്ക്കാത്ത വെറും ഒരു പാഴ്ഭൂമി. ഈ വരികൾ നല്ലതാണ്, മനോഹരമായിട്ട് തന്നെ അവരത് എഴുതിയിട്ടുണ്ട് ആ അവസ്ഥ. എന്നാൽ അവിടെ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ലേ? ഞാൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ. പാഴ്ഭൂമിയാണ് എന്ന് പറയുന്നുണ്ട്. മറ്റേയാള് മാത്രം വെള്ളം നനച്ചാലേ അവിടെ വിത്തിറക്കാനും ചെടി നനയ്ക്കാനും സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു ചെടി വളർത്താനും സാധിക്കുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നില്ല, മറിച്ച് അഡിക്ഷനിലായിരുന്നു. റിലേഷൻഷിപ്പ് അഡിക്ഷൻ ആണത്. അല്ലാതെ ഒരു ബ്രേക്കപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കാനാണ് നമ്മുടെ പുറപ്പാട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് മൂവ് ഓൺ ആകാനായിട്ട് പോകുന്നില്ല. പാഴ്ഭൂമിയാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റാമെന്നേ ഉള്ളൂ. മറ്റേയാള് അത്യാവശ്യം നല്ല ചെടിയൊക്കെ നനച്ച് നല്ല പോലെ വീണ്ടും വിത്തൊക്കെ ഇട്ട് അവരവരുടെ പാട്ടിനങ്ങ് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ പാഴ്ഭൂമിയാക്കി നിങ്ങളെ മാറ്റാതെ വാട്ട് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുക. അടുത്തൊരു എഫേർട്ട് എടുക്കാനായിട്ട് തയ്യാറാവുക. പാഴ്ഭൂമി ഒന്നും ആയി പോവില്ല ബ്രേക്കപ്പ് കഴിഞ്ഞാൽ. നിങ്ങൾ മറ്റൊരാൾ നിങ്ങളെ സ്നേഹിക്കണം, എഫേർട്ട് നിങ്ങൾക്ക് വേണ്ടി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന്റെ ഒരു 10% എങ്കിലും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് എഫേർട്ട് എടുത്ത് തുടങ്ങുകയും ചെയ്യുക. അതാണ് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്.